ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമ്മൾ +2 റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുറേ കുട്ടികളായി മിസ്സിൻ്റെ അടുത്ത് പേഴ്സണലി ഒക്കെ ചോദിച്ചിരുന്നു, മിസ് നമ്മൾ റിസൾട്ട് എന്നാണ് വരിക, റിസൾട്ട് വന്ന ശേഷം നമുക്ക് ഏത് കോഴ്സ് എടുക്കണം, പ്രൊഫഷണൽ കോഴ്സ് വേണോ, ഡിപ്ലോമ വേണോ, അതോ ഇനി നമ്മളിപ്പോൾ കേൾക്കുന്ന കൊമേഴ്സ് കുട്ടികൾ, പ്രത്യേകമായി പറയട്ടെ, കൊമേഴ്സ് കുട്ടികൾക്ക് ആകെ കൂടിയുള്ള ഒരു 2 കോഴ്സ് അല്ലെങ്കിൽ 2 ഡിഗ്രി എന്ന് പറയുന്നത് ബികോമും BBA മാത്രമല്ലേ. അതുപോലെ തന്നെ ആവറേജ് സ്റ്റുഡൻസ്, അതായത് നല്ല പോലെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്, ബിലോ ആവറേജ് ഉണ്ട്, ജസ്റ്റ് പാസ് കുട്ടികളുണ്ട് അല്ലേ. ഇവർക്കൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളായ CA, CMA, ACCA ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ കാറ്റഗറിയിൽ കൊമേഴ്സിൽ പല ടൈപ്പ് കുട്ടികൾക്കും പലതരം കോഴ്സസുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ +2 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ അമ്മമാരുടെ ആയാലും നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ഒന്നുകിൽ BCom അല്ലെങ്കിൽ ഒരു BBA, അതല്ലാതെ ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ കൊമേഴ്സ് എന്ന് പറയുന്നത്. മിസ്സ് പഠിക്കുന്ന കാലത്തൊന്നും ഇത്രയും അധികം കോഴ്സുകളെ പറ്റി മിസ്സിന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ടൈമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള കോഴ്സ്, അത് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജോലി, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരെ നമ്മുടെ ഫ്യൂച്ചർ തന്നെ വെൽ സെറ്റിൽഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസുകളുണ്ട്. അത് എത്ര ഫീസ് വരും, എത്ര ടൈം ഉണ്ട്, നിങ്ങളുടെ ടൈം നിങ്ങളുടെ ഫീസിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ മിസ് ഈ വീഡിയോയിൽ പറയുന്നത്, നമുക്ക് കൊമേഴ്സ് സബ്ജക്റ്റിലുള്ള നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യകതയുള്ള കോഴ്സസ് അവൈലബിൾ ആണ്, നമുക്ക് നമ്മുടെ മുന്നിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏത് ടൈപ്പിലുള്ള കോഴ്സസ് നമുക്ക് എടുക്കണം, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് പല രീതിയിലുള്ള അഡ്വൈസുകൾ കിട്ടും. അതായത് ഇപ്പോൾ സയൻസുകാരോട് പറയും അതൊക്കെ നല്ല, നിങ്ങൾക്ക് പലതരം ഹോസ്പിറ്റലിൽ തന്നെ അത്യാവശ്യം നല്ല കോഴ്സ് ഉണ്ട് നിങ്ങളോട് പറയും. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ആവാനാണ്, എഞ്ചിനീയർ ആവാനാണ്, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. ഇനി ഇതല്ല എങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ ആണെങ്കിലും സയൻസ് അല്ലാതെ എഞ്ചിനീയറിംഗ് സെക്ഷനിലും പറയും. എന്താ ഇപ്പോൾ കൊമേഴ്സ് കുട്ടികൾക്ക് എത്ര കോഴ്സുകളാണെന്നറിയോ? അപ്പോൾ നമ്മൾക്കറിയാവുന്ന കുറച്ച് പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ CA, ഒബ്വിയസ്ലി നമുക്കറിയാം എല്ലാവർക്കും CA, CMA, CS, ACCA, HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആവാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പനിയിലെ വലിയ MD കോഴ്സുകൾ നമുക്കുണ്ട്, മാനേജിംഗ് ഡയറക്ടറിൻ്റെ കോഴ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. അക്കൗണ്ടൻസ്, അതായത് പ്രൊഫഷണലി വെൽ അക്കൗണ്ടൻറ്റ് ആവാൻ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ലെവലുള്ള കോഴ്സുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് എല്ലാം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്, മീൻസ് നല്ല പോലെ മാർക്കും അത്യാവശ്യം നല്ല കാലിബറും അതുപോലെ തന്നെ നല്ല ലാംഗ്വേജൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉള്ള ഒരു കൊമേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഡിഗ്രി ലെവൽ, കൂടുതലും ഗേൾസ്, ഇപ്പോഴും ഗേൾസ് മാത്രമല്ല കേട്ടോ, എല്ലാവരും പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്നത് BBA, BCom, BA ഈ ഒരു സെക്ഷൻ അറിയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു സെക്ഷനിൽ നിങ്ങൾ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഡിപ്ലോമ കോഴ്സസും ഉണ്ട്. ഡിപ്ലോമ കോഴ്സസ് ഇഷ്ടപ്രകാരമാണുള്ളത്. നിങ്ങൾക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്പറിട്ട് വിളിച്ചാലും അവിടെ നമുക്ക് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഡിഗ്രി കോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊമേഴ്സിലെ ഈ BCom വിത്ത് ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, BBA വിത്ത് ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ അല്ലാതെ തന്നെ അതുപോലെ BA ഇംഗ്ലീഷും BA എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. ഇതൊന്നല്ലാതെ തന്നെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള BBA കോഴ്സസ്, ഡിഗ്രി കോഴ്സസ് ഒക്കെ ഉണ്ട്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മൾ കൊമേഴ്സ് കുട്ടികൾക്കാണെങ്കിൽ ഈ ടേംസൊക്കെ വളരെയധികം പരിചയമുള്ളതാവും. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഒരിക്കലും നമുക്ക് ഫ്യൂച്ചറിൽ സ്പോയിൽ ആവില്ല എന്ന് ഉറപ്പുള്ള ഫീൽഡുകളാണ്. ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, BCA കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്കിംഗ്, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആയ കോഴ്സുകളാണ്. ഇനി നിങ്ങൾക്ക് CMA വിത്ത് BCom ചെയ്യാം, BCom വിത്ത് ACCA ചെയ്യാം, BCom വിത്ത് CA ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്കുള്ള കരിയർ ഓപ്ഷൻസ് ആണ്. ഫോറൻസിക്സ്, IT, ഇൻറ്റീരിയർ ഡിസൈനിങ്, ഫേഷ്യൽ ഡിസൈനിങ്, അപ്പാരൽ ഡിസൈൻ, അതുപോലെ ജേർണലിസം, BA ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടോ, BA, BSc, അതുപോലെ തന്നെ BA, BSc, BCA, അതുപോലെ തന്നെ BBA തുടങ്ങിയ എല്ലാ കോഴ്സസും നമുക്ക് അവൈലബിൾ ആണ് കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ളത്. കണ്ടോ ഇത്രയും കോഴ്സസുകൾ, ഇതിൽ കൂടുതൽ മിസ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സെട്ര ഇട്ടിരിക്കുന്നതെന്നറിയോ, ഇതിൽ കൂടുതൽ കോഴ്സസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കോഴ്സുകളുണ്ട്. മിസ്സിന് എഴുതി കഴിഞ്ഞാൽ പേജ് തീരും, അങ്ങനെ അത്രയും കോഴ്സസുകൾ അവൈലബിൾ ആണ്.
ഇനി മിസ്സിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എജു വാലറ്റിൻ്റെ കീഴിൽ മിസ് മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എജു വാലറ്റിൻ്റെ കൂടെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു പോർട്ടൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. നമുക്ക് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കരിയർ ഗൈഡൻസ് അവരുടെ ഒരു ഗ്രൂപ്പ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ്, അതിൻ്റെ ജോലി അവസരങ്ങൾ എത്രത്തോളമാണ്, എവിടെയൊക്കെ പോയി പഠിക്കാം, എത്ര സമയം കൊണ്ട് തീർക്കാം, ഇപ്പോൾ ഓരോന്നും ഈ പറഞ്ഞ ഏവിയേഷനും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ ലോജിസ്റ്റിക്സും ഒക്കെ എത്ര കൊല്ലം കിട്ടും, എവിടെ പഠിക്കാം, എത്ര രൂപയാവും, എത്ര മാർക്ക് വേണം, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് എനിക്കിതിൽ സീറ്റ് കിട്ടുക, ഒരു കൊല്ലം എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും, കുറവാണോ കൂടുതലാണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ചോദിക്കാൻ അവർ റെഡിയാണ് നിങ്ങൾക്കൊപ്പം. ഓക്കെ, അപ്പോൾ ഓരോ കോഴ്സസിൻ്റെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാം, വിളിക്കാം, അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ കോഴ്സസുകൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആഫ്റ്റർ +2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എജു വാലറ്റിൻ്റെ കൂടെ തന്നെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു, നിങ്ങൾ +2 കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്നറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു കരിയർ ഗൈഡൻസ് പോർട്ടൽ നമ്മളെ കയ്യിലുണ്ട്. ഈ നമ്പറുകൾക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കോഴ്സുകൾ അറിയണം, അതിൻ്റെ സാധ്യതകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാം. മിസ് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോഴ്സുകളെ പറ്റിയിട്ട് വരും. ഇനി ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാം. കാരണം നിങ്ങൾക്ക് +2 റിസൾട്ട് വരികയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലേക്ക് തിരിയണം. ഇപ്പോൾ കൊമേഴ്സ് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് സംശയമുണ്ടാവും. അപ്പോൾ ആ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഔട്ട് ഓഫ് കേരള വേണമെന്നുണ്ടെങ്കിൽ, കുറേ കുട്ടികൾക്ക് അങ്ങനെയുണ്ട്, +2 കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇവരന്വേഷിച്ച് തരും. ഇവരന്വേഷിച്ച് തന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും, ഈ കരിയർ ഗൈഡൻസ് ചെയ്തു തരും. പക്ഷേ ഒരു ഫീസ് പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരല്ലേ, അപ്പോൾ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ പോലെയോ ഫീസ് എന്തെങ്കിലും കൊടുക്കാൻ, ഒന്നും കൊടുക്കേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരും. അതായത് ഇവർക്കൊന്നും കൊടുക്കേണ്ട, നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ ഫീസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സാധാ നോർമൽ ഒരു കോളേജിൽ പോയി ഞാൻ എടുക്കുന്ന ആ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ എത്രയാണോ ഫീസ് അതേ വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് അത്രയും ട്രസ്റ്റ് വർത്തി ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം, എല്ലാ 24 hours നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇവരെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇപ്പോഴേ സെലക്ട് ചെയ്യാം. അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടിനനുസരിച്ച് നിങ്ങളെ പേഴ്സൻറ്റേജിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ എവ്രി വൺ. അപ്പോൾ ഇപ്പം തന്നെ ഇനി സമയമില്ല, നമുക്ക് നെക്സ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. റിസൾട്ട് വരട്ടെ എന്നിരിക്കുന്നതോടൊപ്പം തന്നെ റിസൾട്ട് വരട്ടെ ഞാൻ എൻ്റെ കോഴ്സ് സെലക്ട് ചെയ്യട്ടെ എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ. ഇപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.